അപ്പോൾ വലിയൊരു തട്ടിപ്പാണ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ്. എല്ലാവരും ജാഗ്രതയോടുകൂടി ഈ പറയുന്ന നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ വീക്ഷിക്കണം. മറ്റൊരു റിപ്പോർട്ട് കൂടി അനുബന്ധമായി ചേർക്കുകയാണ്. കറൻസി പോലെ വലിയ സുരക്ഷാ മുൻകരുതലുകൾ അവകാശപ്പെടുന്നതാണ് ലോട്ടറി ടിക്കറ്റുകൾ. ദിനംപ്രതി 50 കോടിയോളം രൂപയുടെ വിൽപ്പന നടക്കുന്ന ടിക്കറ്റുകളിലാണ് വ്യാജനം ഇറങ്ങുന്നത്. ആസൂത്രിതമായ വലിയ തട്ടിപ്പാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുകയാണ്. മദ്യം കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വലിയ വരുമാന മാർഗങ്ങളിലൊന്നാണ് ലോട്ടറി. ഒരു ദിവസം 1,08,00,000 ലോട്ടറി ടിക്കറ്റുകളാണ് കേരളത്തിൽ അച്ചടിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും ദിവസവും വിറ്റുപോവുകയും ചെയ്യും. അങ്ങനെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ ബുധനാഴ്ചയും നറുക്കെടുക്കുന്ന ധനലക്ഷ്മി ഭാഗ്യക്കുറി ടിക്കറ്റാണ്. ഈ ടിക്കറ്റുകളെല്ലാം അച്ചടിക്കുന്നത് കാക്കനാട്ടെ KBPS-ലാണ്. ഏതാണ്ട് 9ഓളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിലുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് ഈ ടിക്കറ്റുകളുടെ വ്യാജനടിക്കാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ ലോട്ടറി വകുപ്പും KBPS-ഉം ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറങ്ങുന്നത് എന്നതാണ് കണ്ടുപിടിക്കേണ്ട കാര്യം. 1,08,00,000 ടിക്കറ്റുകൾ അച്ചടിച്ച് വിൽപ്പന നടത്തുന്നതിൽ എത്ര ടിക്കറ്റുകൾക്ക് സമ്മാനം കിട്ടുമെന്നത് ആ ടിക്കറ്റിൻ്റെ മറുഭാഗത്തുണ്ട്. ഇത് പ്രകാരം 3,88,814 ടിക്കറ്റുകൾക്കാണ് ഓരോ ദിവസവും സമ്മാനങ്ങൾ നൽകുന്നത്. 23,27,95,000 രൂപയുടെ സമ്മാനങ്ങളാണ് ഓരോ ദിവസവും ലോട്ടറി ഡയറക്ടറേറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മാന ഘടനയും ഇതിൻ്റെ ടിക്കറ്റിൻ്റെ വിശദാംശങ്ങളും എല്ലാം ഓരോ ലോട്ടറി ടിക്കറ്റിൻ്റെയും പുറകുവശത്ത് അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി എല്ലാവരും എടുക്കുന്നത് അതിൻ്റെ വിശ്വാസ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വ്യാജ ടിക്കറ്റുകൾ പ്രചരിക്കുന്നതും ആളുകൾ വഞ്ചിക്കപ്പെടുന്നതും അതിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. ഇതിൽ കൃത്യമായി ഇടപെടൽ വേണം. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 2-ന് നറുക്കെടുത്ത ഭാഗ്യധാര ടിക്കറ്റിൻ്റെ 1ാം സമ്മാനം ലഭിച്ച 1-ലധികം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിലേക്ക് ചെന്നത്. ആലപ്പുഴ ജില്ലയിലാണ് 1ാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ വ്യാജ ടിക്കറ്റും പ്രചരിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്? 1-ലധികം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതിലൂടെ തന്നെ മനസ്സിലാക്കുന്നത് അതിൽ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ടിക്കറ്റുകളുടെ തനിപ്പകർപ്പുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ മാർഗമെന്ത്, രീതി എന്ത്, അതിന് പിന്നിലുള്ള സംഘമേത്? ഇതൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്. ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവന്ന ബിനിൽ ആദ്യം നമ്മോടൊപ്പം ചേരുന്നു. ബിനിൽ, ഈ വാർത്ത ബിനിലിന് എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? അപ്പോൾ ഇതിൻ്റെ പുറകെ അന്വേഷണം നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ മാഫിയ തന്നെ ഉണ്ട്. കാരണം പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. ഒരുപാട് പേർ ദിനംപ്രതി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് എത്രയോ പാവപ്പെട്ട തൊഴിലാളികൾ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ തൊഴിലിന് തന്നെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് നടത്തുന്ന ആ മാഫിയ അങ്ങനെയെങ്കിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടോ? ഒരുപാട് ഇരകൾ ഇങ്ങനെ വന്ന് പെട്ടിരിക്കാം എന്നാണോ ബിനിലിന് തോന്നുന്നത്? പ്രതീക്ഷ, സ്വാഭാവികമായും ഇതിനകത്ത് ഒരുപാട് ഇരകൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ്. ഇപ്പോൾ ഈ കേസിലേക്ക് വന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രതീക്ഷ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൻ്റെ വസ്തുത. അതായത് ഇവിടെ ഒരാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരാൾ മാത്രമല്ല, ഈ ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് പേർ കേരളത്തിലുണ്ട്. അവർക്കെല്ലാം നാളെ ഒരു ദിവസം ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിലുള്ളത്? ഇത് കണ്ടെത്തേണ്ട, ഇതിനെ ഗൗരവമായി കണ്ട് അതിനുള്ള നടപടികൾ എടുക്കേണ്ടത് ലോട്ടറി വകുപ്പ് തന്നെയാണ്. കാരണം ആ ലോട്ടറി വകുപ്പിൽ ഇത് അറിയാത്ത സംഭവമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഈ വ്യാജ ലോട്ടറികൾ വരുന്നത് സംബന്ധിച്ച പരാതികൾ അവിടെ വരാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് ഇതിന് പിന്നിൽ ആരാണോ ഉള്ളത് എന്നത് കണ്ടെത്താൻ ഇതിനു മുമ്പുണ്ടായ പരാതികളിൽ എത്രത്തോളം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്
നമ്മൾ ആ വാർത്തയിൽ പറയുന്നത് പോലെ തന്നെ ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണ് പറ്റുന്നത്. കാര്യം നമ്മുടെ മുന്നിലേക്ക് ഒരു ലോട്ടറിയുമായി ഒരാളെത്തുന്നു. പലരും ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വരുന്നവരുടെ അവസ്ഥയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പലരും ടിക്കറ്റ് എടുത്തു പോകുന്നത്. ഇപ്പോൾ ഇതിൽ തട്ടിപ്പിനിരയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരാളാണ്. ആ ലോട്ടറി ടിക്കറ്റ് ഒരു തിരക്കിനിടയിൽ വരുന്നു, ആ പൈസ കൊടുത്ത് ലോട്ടറി എടുക്കുന്നു, നമ്മൾ ആ ലോട്ടറി നേരെ പോക്കറ്റിലിട്ട് പോവുകയാണ്. പിന്നെ ആ നറുക്കെടുക്കുന്ന ദിവസമാണ് ഇത് പരിശോധിക്കുന്നത്. ആ പരിശോധിക്കുമ്പോഴാണ് ഇതുപോലെ ഒന്നാം സമ്മാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ സമ്മാന അർഹനായ ഭാഗ്യവാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു സമയമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കണക്കൂട്ടലുകളൊക്കെ നടത്തി ഇത് ബാങ്കിൽ കൊണ്ടേ കൊടുക്കുന്നു. ബാങ്കിൽ നിന്നത് ടിക്കറ്റ് മാറാനായിട്ട് ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത് വ്യാജനാണെന്ന് മനസ്സിലാക്കി അവർ ഈ കാര്യം ബാങ്കിലേക്ക് അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരാളും ഞെട്ടിപ്പോകുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ലോട്ടറികൾ ഇറങ്ങുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വകുപ്പ് ഇതുവരെ ഈ ലോട്ടറി വകുപ്പ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയും വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ KBPSൽ ഈ അച്ചടിക്കുന്നു, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ടിക്കറ്റ് എങ്ങനെ പുറത്തിറങ്ങി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലാണ് അന്ന് ആ ലോട്ടറി ഒന്നാം സമ്മാനം അടിക്കുന്നത്. അതായത് ആലപ്പുഴ ജില്ലയിൽ വിറ്റിട്ടുള്ള ടിക്കറ്റാണ്. അവിടെ തന്നെയാണ് ഇതിന്റെ വ്യാജനം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് സംശയങ്ങൾ ആ മേഖലയിൽ ആ പ്രദേശത്തേക്ക് തന്നെ, അതായത് ഈ ഒറിജിനൽ ടിക്കറ്റ് ഒരാളുടെ കൈവശം വരുന്നു, അതിന്റെ എങ്ങനെയോ ഇതിന്റെ മറ്റൊരു പതിപ്പോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പതിപ്പുകളോ ഇറക്കുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കേണ്ടി വരും. കാര്യം ഒരുപാട് വലിയ നമ്മൾ ആഘോഷത്തോടു കൂടിയാണ് ഓരോ കാലഘട്ടത്തിലെയും ഉത്സവ സീസണുകളിൽ ഈ ബമ്പർ സമ്മാനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുന്നത്. ആ ബമ്പർ സമ്മാനങ്ങൾ ആ നിലയ്ക്ക് ഈ വിറ്റഴിക്കപ്പെടുമ്പോൾ അത് റെക്കോർഡ് വിൽപ്പനയാണ് എല്ലാ തവണയും നടക്കുന്നത്.